മഞ്ജുടെ ബന്ധുക്കളെ വിവരം വല്ലതും അറിഞ്ഞോ? അതൊക്കെ പിന്നെ പറയാം. മാല പൂച്ചോണ്ട് വന്നല്ലോ, അത് ചാർത്തിയാ മതി. ഇനി ആസിഫിനെ കാത്തു നിന്നാ എല്ലാം പാളും. എന്താ മുരുക, എന്താ സംഭവം എന്ന് പറ. തൽക്കാലം നീ അത് അറിയണ്ട. ഞാൻ പോയി തിരുമേനെ വിളിച്ചോണ്ട് വരാം. അദ്ദേഹത്തിന് അതിന് മാല വാങ്ങി പരസ്പരം കഴുത്തിലിട്ട് ചടങ്ങ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങണം. അല്ലെങ്കിൽ അപകടമാണെന്ന് മാത്രം കരുതിയാൽ മതി. ശരി, ചെല്ല് വേഗം ചെല്ല്. വാ, നടക്ക്. എടാ പവിത്ര, ഇവര് മാല ഇടുമ്പോ നീ ഫോട്ടോ എടുക്കണം. തൽക്കാലം ആ ഒരു തെളിവെങ്കിലും ഇവരുടെ കല്യാണം നടന്ന് നമുക്ക് വേണം. വാ. ശരി. അങ്ങനെ ഇറങ്ങല്ലേ, അങ്ങോട്ട് നോക്കിയേ. അച്ഛൻ അണ്ണനാണല്ലോ. അച്ഛനെന്താ ഇവിടെ? നമ്മളെ പോലെ മഞ്ചാടി തിരക്കി വന്ന ആയിരിക്കും അച്ഛനും. ഏയ്, അണ്ണനോടെ മറ്റെന്തെങ്കിലും ചടങ്ങിന് വന്നതായിരിക്കും. അതെ. നാട്ടിലെ ഉത്സവം കഴിഞ്ഞ് തിരുവാഭരണം തിരിച്ചു കൊണ്ടുപോകേണ്ട ചുമതല അച്ഛനാണെന്ന് അമ്പിളിച്ചേച്ചി പറഞ്ഞിരുന്നു. അനുചേച്ചി, അപ്പോ ഇവിടുന്നാണോ അവിടുത്തെ ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണം കൊണ്ടുപോകുന്നത്? ആയിരിക്കും. അച്ഛൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങിന് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഈ അമ്പലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അച്ഛനിവിടെ വന്ന സ്ഥിതിക്ക് മഞ്ചാടിയുടെ കല്യാണം ഇവിടെ വെച്ച് നടക്കുവാ. അങ്ങളെ നമുക്ക് കിട്ടിയത് റോങ് ഇൻഫർമേഷൻ ആയിരിക്കുമോ?